ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൽ പ്രധാനമായും പഠിക്കുന്നത് ഒപ്പിയോയിഡ്സിനെ പറ്റിയും കന്നാബിനോയിഡ്സിനെ പറ്റിയും കൊക്ക ആൽക്കലോയിഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒപ്പിയോയിഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പിയോയിഡ്സിൻ്റെ റിസപ്റ്റേഴ്സ് പ്രധാനമായിട്ട് കാണുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലുമാണ്. നമുക്കിതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മോർഫിനെ പറ്റിയിട്ടാണ്. മോർഫിൻ്റെ കെമിക്കൽ സ്ട്രക്ചറാണ് ഇതിൽ കാണുന്നത്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. മോർഫിൻ നമുക്ക് ലഭിക്കുന്നത് പോപ്പി പ്ലാന്റിൻ്റെ ലാറ്റക്സിൽ നിന്നാണ്. ഇതാണ് പോപ്പി പ്ലാന്റ്. ഇതിനെ നമ്മൾ പറയും പപ്പാവർ സോംനിഫെറം. ഈ ഒപ്പിയോയിഡ്സിൻ്റെ പോർഷനിൽ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടിനെ പറ്റിയാണ്. അതാണ് ഹെറോയിൻ. കോമൺലി സ്മാക്ക് എന്നാണ് വിളിക്കുക. ഇത് കെമിക്കലി ഡൈ അസറ്റൈൽ മോർഫിനാണ്. കാരണം നമ്മുടെ മോർഫിനെ അസറ്റൈലേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഈ ഹെറോയിൻ. അതുകൊണ്ടാണ് അതിനെ ഡൈ അസറ്റൈൽ മോർഫിൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹെറോയിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് വൈറ്റ് ആണ്, ഓർഡർലെസ് ആണ്, അതായത് സെൻറ്റ് മണമൊന്നും ഉണ്ടാവില്ല, ബിറ്ററാണ്, ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടും ആണ്. ജനറലി ഒപ്പിയോയിഡ്സ് സ്നോർട്ടിങ്ങും ഇഞ്ചക്ഷനും വഴിയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രസൻ്റ് ആണ്. അത് നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഇമേജും നന്നായിട്ട് നോക്കി വെക്കുക. മോർഫിൻ്റെ കെമിക്കൽ സ്ട്രക്ചറും പോപ്പി പ്ലാന്റിൻ്റെ പടവും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കന്നാബിനോയിഡ്സും കൊക്ക ആൽക്കലോയിഡ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനും വളരെയധികം നന്ദി. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് അടുത്ത വരുന്ന നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.